ഹരേ കൃഷ്ണ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണണം. കാർത്തിക മാസത്തിലെ ത്രയോദശിയുടെ സന്ധ്യയിൽ യമദേവന് വേണ്ടി വീടിന് പുറത്ത് വിളക്ക് വെക്കുന്നത് അകാല മരണത്തിൽ നിന്നും ഒഴിവാക്കുന്നതിനും യമദേവനെ നമുക്ക് സന്തോഷിപ്പിക്കുന്നതിനും സാധിക്കും. അപ്പോൾ യമദീപം എങ്ങനെ ഉണ്ടാക്കാം എന്നും എപ്പോൾ എങ്ങനെ എന്നെല്ലാം വിധികളാണ് അതിന് വേണ്ടതെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ എൻഡ് വരെ കാണണം. അപ്പോൾ ആദ്യമായിട്ട് കാണാൻ വന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പഴയ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കല്ല്. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നാളെ 10-ാം തീയതി നവംബർ 10-ാം തീയതി ധൻതേരസ് ആണ്. അപ്പോൾ ധൻതേരസിൻ്റെ സമയം ഞാൻ ഇതിൻ്റെ മുന്നിലുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ധൻതേരസിൻ്റെ പൂജാ സമയം എന്ന് പറയുന്നത് നാളെ 10-ാം തീയതി വൈകിട്ട് 5:47 മുതൽ 7:43 വരെയാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ വീട്ടിലെ പൂജാ റൂമിൽ പൂജ ചെയ്തതിന് ശേഷം, അപ്പോൾ പൂജയ്ക്ക് എങ്ങനെ ചെയ്യേണ്ട അതെല്ലാം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തെല്ലാം സാധനങ്ങളാണ് നാളെ വാങ്ങിക്കേണ്ടെന്ന കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൂജ ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ യമദീപം റെഡിയാക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ നാളെ 10-ാം തീയതി വൈകിട്ട് നിങ്ങൾ യമദീപം ദാനം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെയും നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളുടെയും ജീവശക്തി വർദ്ധിച്ച് ദീർഘായുസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് ഏറ്റവും നല്ല ഒരു ദിവസമാണ് നാളെ. അതുപോലെ തന്നെ ധനത്രയോദശി നാളിൽ എന്ന് പറഞ്ഞാൽ നാളെ ധൻതേരസ് ദിവസം പ്രപഞ്ചത്തിൽ യമ ആവർത്തികളുടെ പ്രവാഹങ്ങൾ സജീവമാണ്. അതിനാൽ ഈ ദിവസം യമദേവന് വേണ്ടി നിങ്ങൾ യമദീപം സമർപ്പിക്കുക. യമദേവനെ ആത്മീയ വികാരത്തോടെ ആരാധിക്കുകയും നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ യമദീപദാനം നാളെ ചെയ്യുന്നത്. യമദീപം വെക്കുന്നത് കൊണ്ട് യമദേവനെ പ്രീതിപ്പെടുത്തുകയും അകാല മരണത്തിന് കാരണമാകുന്ന വിഷമകരമായ ആവർത്തികളിൽ നിന്നും സംരക്ഷിക്കുന്നതിനും വേണ്ടി യമദേവൻ നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ ഇനി യമദീപം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. വീട്ടിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പാടില്ല എങ്കിൽ പുറത്തു നിന്ന് മണ്ണിൻ്റെ ചിരാഗ് 4 തിരിയിടുന്ന ചിരാഗുകൾ കിട്ടും. അപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ ഒരെണ്ണമാണേലും കുഴപ്പമില്ല. പക്ഷേ വീട്ടിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും മഞ്ഞൾപ്പൊടിയും കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു വലിയ ദീപം വേണം. അത് ഉണ്ടാക്കണം. എന്നു വെച്ചാൽ നാളത്തെ രാത്രി മുഴുവനും കത്തിക്കേണ്ടതാണ്. രാവിലെ വരെ നിൽക്കണം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറയാം. ഓക്കെ. കുറച്ച് ഗോതമ്പ് പൊടിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ റൊട്ടിയൊക്കെ ഉണ്ടാക്കുന്നതിന് കുഴക്കത്തില്ലേ, അതുപോലെ കുറച്ച് ടൈറ്റായിട്ട് അത് കുഴച്ച് ഒരു ദീപത്തിൻ്റെ ആകൃതിയിൽ 4 തിരിയിടേണ്ട ഒരു ദീപത്തിൻ്റെ ആകൃതിയിൽ, ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നോട്ട് അങ്ങനത്തെ ആകൃതിയിൽ നിങ്ങൾ ഉണ്ടാക്കി അത് ഇന്നുണ്ടാക്കി അല്ലെങ്കിൽ നാളെ രാവിലെ ഉണ്ടാക്കിയാണെങ്കിലും അത് ഉണങ്ങട്ടെ. ഓക്കെ. ഉണങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ വീട്ടിലെ പൂജ ചെയ്തതിന് ശേഷം നാളെ വൈകിട്ട് പൂജയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഇത് വിളക്ക് എടുത്ത് നിങ്ങൾ ഉണ്ടാക്കി വെച്ചതാണെങ്കിലും പുറത്തുനിന്ന് വാങ്ങിച്ചതാണെങ്കിലും നിങ്ങൾ അത് എടുത്ത് അതിൽ 4 ദിക്കിലും 4 തിരി ഇട്ട് കടുകെണ്ണ വേണം അതിൽ യൂസ് ചെയ്യാൻ. ഓക്കെ. വേറെ എണ്ണ ഒന്നും യൂസ് ചെയ്യേണ്ട. കടുകെണ്ണ അതിൽ യൂസ് ചെയ്യണം. കടുകെണ്ണ ഒഴിക്കണം. അതിനുശേഷം ആ ചിരാഗിൻ്റെ അകത്ത് കുറച്ച് കടുക് വിതറുക. കടുക് ഇടുന്നതും പിന്നെ ഒരു രൂപയുടെ ഒരു കോയിന് ഇടണം അതിൻ്റെ കൂട്ടത്തിൽ. പിന്നെ ബാർലി അരി ഉണ്ടെങ്കിൽ ബാർലി അരി കുറച്ച് ഒരു 2-3 നുള്ള് ഇടുക. അതിന് ശേഷം ഓക്കെ ഇതിൻ്റെ തിരി വലിയ നീളത്തിലുള്ള തിരി വീട്ടിൽ ഉണ്ടാക്കുവാണെങ്കിൽ പഴയ കോട്ടൻ്റെ തുണി വെള്ള തുണി ഉണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഓക്കെ. 2 തിരി ഇടുക. ഒരു തിരി 2 ചെറിയ എണ്ണ എടുത്തിട്ട് അത് ഒന്നായിട്ട് പിടിച്ചിട്ട് 4 തിരി ഉണ്ടാക്കുക. നാളെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം, അതും കാണിക്കാം. ഓക്കെ. അതിട്ടിട്ട് ഇത് കടുകെണ്ണ ഒഴിച്ചിട്ട് ദീപം കത്തിക്കുക. ദീപം കത്തിക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ശേഷം ഒരു പ്ലേറ്റിൽ ദീപം എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം ഒരു പ്ലേറ്റിൽ കുറച്ച് അരി വിതറിയിട്ട് അതിൻ്റെ ഉള്ളിൽ വേണം നിങ്ങൾക്ക് ദീപം വയ്ക്കാൻ. ദീപത്തിൻ്റെ ചുറ്റും നിങ്ങൾക്ക് പൂക്കൾ കൊണ്ട് അലങ്കരിക്കാം. അപ്പോൾ കിണ്ടിയിലോ മുന്തയിലോ കുറച്ച് ജലം നിങ്ങൾക്ക് വിളക്കിൻ്റെ അടുത്ത് നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ വിളക്ക് വെച്ചതിന് ശേഷം തെക്കോട്ട് നോക്കിയിരുന്നുകൊണ്ട് വിളക്ക് വയ്ക്കണം. അത് വിളക്ക് വയ്ക്കേണ്ട നിങ്ങളുടെ ഗേറ്റിൻ്റെ പുറത്ത് തെക്ക് വശത്ത് വേണം വയ്ക്കാൻ. ഓക്കെ. വീടിൻ്റെ ടെറസിലും ഒന്നും വെക്കരുത്. വീടിൻ്റെ ഗേറ്റിൻ്റെ പുറത്ത് വേണം, തെക്ക് വശത്ത് വേണം വയ്ക്കാൻ. ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ തെക്ക് വശത്ത് കുറച്ചെങ്കിലും ബാൽക്കണി കാണുമല്ലോ, ബാൽക്കണിയിൽ തെക്ക് വശത്ത് തെക്കോട്ട് വേണം വയ്ക്കാൻ. അപ്പം 4 ദിക്കിലും 4 തിരികൾ, 4 ദിക്കിൽ നിന്നും എല്ലാ ദിക്കുകളിൽ നിന്നും യമദേവൻ നമ്മളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് 4 തിരിയിട്ട് വയ്ക്കുന്നത്. ഓക്കെ.
ദീപം കൊളുത്തിയതിന് ശേഷം തെക്കോട്ട് നോക്കിയിരുന്ന് വേണം ദീപം കൊളുത്താൻ. ദീപം കൊളുത്തിയതിന് ശേഷം 2 കൈകളും കൂപ്പി യമദേവനെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെ പ്രാർത്ഥിക്കുക: ത്രയോദശയിൽ ഞാൻ ഈ വിളക്ക് സൂര്യപുത്രന്, അതായത് യമദേവനെ സമർപ്പിക്കുന്നു. എന്നെയും എൻ്റെ കുടുംബത്തെയും മരണത്തിൻ്റെ കുരുക്കിൽ നിന്ന് മോചിപ്പിക്കുകയും ഞങ്ങളുടെ ക്ഷേമം നോക്കുകയും ചെയ്യണം എന്ന് ഭഗവാനോട്, യമദേവനോട് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കൈ കഴുകിയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ അകത്ത് കയറാവുന്നതാണ്. രാത്രി മുഴുവനും ഒരു വലിയ ദീപമാണ് വേണ്ടത് കേട്ടോ. രാത്രി മുഴുവനും കത്താവുന്നത്തെ വിധത്തിൽ നിങ്ങൾക്ക് എണ്ണ ഒഴിക്കാം. എത്ര വരെ കത്തുന്നെങ്കിൽ കത്തട്ടെ. ഓക്കെ. അതിൽ രാവിലെ എണീറ്റ് നിങ്ങൾക്ക് നദി അടുത്ത് ഉണ്ടെങ്കിൽ നദിയിൽ പ്രവാഹിക്കാം, അല്ലെങ്കിൽ കിളികൾക്ക് ഇട്ട് കൊടുക്കുവാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ. അതിലിടുന്ന നാണയം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. അത് വീട്ടിൽ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് യമദീപത്തെപ്പറ്റി പറയാനുള്ളത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മറക്കാതെ, എല്ലാവരും മസ്റ്റായിട്ട് ഇത് ചെയ്യേണ്ട. വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് ഈ സമയം കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും നാളെ യമദീപം യമദേവന് വേണ്ടി സമർപ്പിക്കുക. ഓക്കെ. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.